എം വി ഗോവിന്ദനെ പേടിക്കുന്നുണ്ടോ? എം വി ഗോവിന്ദൻ എന്നല്ല, രാഷ്ട്രീയത്തിൽ ഒരാളെയും ഭയക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ലല്ലോ. അല്ല, ദേശാഭിമാനിക്കെതിരെ സന്ദീപ് വളരെ ഗുരുതരമായ അപഖ്യാതി പറഞ്ഞു എന്നാണല്ലോ ആക്ഷേപം. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, കേസ് കൊടുത്തോട്ടെ, അതിനെന്താ. ബൗദ്ധികമായിട്ട് തലങ്ങളിൽ നടക്കുന്ന ഇത്തരം സംവാദങ്ങൾ എന്തുകൊണ്ടും നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഇതിലെ സത്യം ബോധ്യപ്പെടുത്താൻ വളരെ ദീർഘകാലമായി സംഘപരിവാറിനെതിരെ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും നടത്തുന്ന ഹീനമായ ചില പ്രചരണങ്ങളുണ്ട്. ആ പ്രചരണങ്ങളുടെ മുനയൊടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഞാൻ പുറത്തു പറഞ്ഞിട്ടുള്ളത് എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതിവിധി അവർ തേടുകയാണെങ്കിൽ അതിനുള്ള പൂർണ്ണമായ അവകാശം അവർക്കുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിക്ക് മുന്നിൽ വരട്ടെ. കോടതിയുടെ മുന്നിൽ പാലും വെള്ളവും ആരുമല്ലോ. സന്ദീപ് എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശാഭിമാനി ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ പണം വാങ്ങി ആരംഭിച്ചതാണെന്ന് പറഞ്ഞത്? ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, അത് 42 ശേഷം അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ പറയുന്നത്. മറിച്ച് രാജ്യത്തിൻ്റെ നാഷണൽ ആർക്കൈവ്സിലും ബ്രിട്ടീഷ് ആർക്കൈവ്സിലുമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള രേഖകൾ ഇന്ന് പരസ്യമാണ്. അത് ആർക്കും ആക്സസ് ചെയ്യാവുന്നതാണ്, ഡിജിറ്റലി അവൈലബിൾ ആണ്. അത്തരം രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാരുമായി ചേർന്ന് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ്. ഈ ദേശാഭിമാനിയുടെ കഥയൊക്കെ കേവലം അതിൽ ചെറിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. അതിലപ്പുറം രാജ്യത്തോട് വളരെ വഞ്ചനാപരമായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ രേഖകളിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും ബോധ്യപ്പെടുന്ന വസ്തുത. ആ ബോധ്യപ്പെട്ട വസ്തുതയാണ് ഞാൻ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ നടന്ന ഒരു സംവാദത്തിനിടയ്ക്ക് പറഞ്ഞത്. വാസ്തവത്തിൽ ആ ചർച്ച എന്ന് പറയുന്നത് ബഹുസ്വരതയെക്കുറിച്ചുള്ളതായിരുന്നു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനാണ് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദീർഘമായി സംസാരിക്കുകയും BJP-ക്കും RSS-നും എതിരായി സ്ഥിരമായി അവർ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ചർച്ചയെ വഴിതിരിച്ചു വിടുകയും ചെയ്തത്. ചോദിച്ചു വാങ്ങിയതാണല്ലേ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ വെച്ച് ആവശ്യമില്ലാതെ BJP-യെയും RSS-നെയും ഒക്കെ വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ട ബാധ്യത അതിൽ പങ്കെടുക്കുന്ന എനിക്കുണ്ടല്ലോ. അങ്ങനെ മറുപടി പറയുന്ന സമയത്ത് വാസ്തവത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ബ്രിട്ടീഷ് പ്രൊപ്പഗാണ്ട ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആരാണ്, ബ്രിട്ടീഷ് പ്രൊപ്പഗാണ്ടയ്ക്ക് വേണ്ടി പണം വാങ്ങി അതിന് വേണ്ടി നിന്നുകൊടുത്തത് ആരാണ് എന്ന് തുറന്നു പറയുകയാണ് ചെയ്തത്. ഇത് ഞാൻ ആദ്യമായി പറയുന്നൊരു കാര്യമൊന്നുമല്ല. ഇത് ദീർഘകാലമായി നമ്മുടെ പൊതു രംഗത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻസിൻ്റെ കൂടി ഭാഗമായിട്ടുള്ളതാണ്. ഇത് ആദ്യമായി പറയുന്ന വ്യക്തിയും ഞാനല്ല. ശ്രീ അരുൺ ഷൂറി, അദ്ദേഹം നേരത്തെ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ ദീർഘമായി 4 ലക്കങ്ങളായോ മറ്റോ ഇത് സംബന്ധിച്ച് വിശദമായിട്ടൊരു ലേഖന പരമ്പര എഴുതുകയും പിന്നീട് അത് പുസ്തകമായി മാറുകയും ചെയ്തിട്ടുണ്ട്. വളരെ ആളുകൾ ഈ വിഷയം നിരവധി തലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അരുൺ ഷൂറി ഈ ലേഖനം എഴുതിയ കാലത്ത് EMS അതിന് മറുപടിയായിട്ട് ചില ലേഖനങ്ങൾ എഴുതുകയും, എന്നാൽ ആ ലേഖനങ്ങളൊന്നും വസ്തുതാപരമല്ലാത്ത രീതിയിൽ അരുൺ ഷൂറിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതായിരുന്നു എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അരുൺ ഷൂറി ഉന്നയിച്ച ചരിത്രപരമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളോട് മറുപടി പറയാൻ അക്കാലത്ത് EMS-ന് പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ദീർഘകാലമായി ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ ഇത്രയും വർഷങ്ങളായി, ദശാബ്ദങ്ങളായി CPM ഒരു തലത്തിലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ഒരു കാര്യമാണ്. ഇവിടെ എം വി ഗോവിന്ദൻ ഒരു അബദ്ധം പറയുന്നത് പോലെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഹസനും പറഞ്ഞു 64-ൽ പാർട്ടി CPM ഉണ്ടായതിനു ശേഷമാണ് ദേശാഭിമാനി ആരംഭിച്ചതെന്നുള്ളത്. ശ്രീ MM ഹസൻ വളരെ സീനിയർ നേതാവാണ്. ബട്ട് ഐ എം നോട്ട് ടേക്കിംഗ് ഹിം സീരിയസ്ലി. ബിക്കോസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വസ്തുതാപരമായി തെറ്റാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദേശാഭിമാനി ഏത് വർഷമാണ് രൂപപ്പെട്ടതെന്നത് പോലും അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആരെയോ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെയാണ് തോന്നിയത്. പക്ഷേ രഹസ്യമെന്ന് പറയുന്നത് ആ പരിപാടി കണ്ടുകൊണ്ടിരുന്ന CPM അനുഭാവികളായിട്ടുള്ള ആളുകൾ ഹസന് വേണ്ടി കൈയടിച്ചു. അതെ 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 ഹസൻ പറഞ്ഞ ഒരു വങ്കത്തരത്തിന് CPM കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പം 42-ലാണ് ദേശാഭിമാനി ഉണ്ടായതെന്നും 46-ലാണ് പത്രമായി മാറിയതെന്നും അതിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളുമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മുടെ ചരിത്ര രേഖകൾ കിടക്കുകയാണ്. അപ്പോൾ അത്തരം ചരിത്ര രേഖകളൊക്കെ ഇന്ത്യൻ നീതിന്യായ പീഠത്തിൽ പരിശോധനയ്ക്ക് വിധേയമാവട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ ആ കാലത്ത് ഇന്ത്യയോട് ചെയ്ത, സ്വാതന്ത്ര്യ സമര ഭടന്മാരോട് ചെയ്ത
ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ചതി, ആ ചതിയുടെ യഥാർത്ഥ ചരിത്രം കേരളത്തിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെടാൻ എൻ്റെ അന്നത്തെ ആ ഒരു പരാമർശം സഹായകമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതെനിക്ക് സന്തോഷമാണ്. തീർച്ചയായും സന്ദീപ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ സാഹിത്യ ഉത്സവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. കോഴിക്കോട് കഴിഞ്ഞു, ഇപ്പോൾ സാഹിത്യ അക്കാദമി തൃശ്ശൂർ നടത്തി, ഇപ്പോൾ മാതൃഭൂമിയുടെ കായ അവിടെ നടക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഇപ്പം സച്ചിദാനന്ദനാണ് പറഞ്ഞു സംഘപരിവാർ അനുകൂലികളെ ഞങ്ങളുടെ വേദികളിൽ കയറ്റില്ല എന്ന്. ഇപ്പോൾ സാഹിത്യ സാംസ്കാരിക ഉത്സവങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ഒരു കൂട്ടരാണ് സംഘികൾ എന്ന് വിളിക്കപ്പെടുന്നവർ. അപ്പോൾ യാദൃശ്ചികമായി ഇവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഐഡിയാസും സന്ദീപ് പറഞ്ഞതിൻ്റെ പിന്നാലെയായി ചർച്ചകൾ മുഴുവൻ. അപ്പോൾ ഒരുപക്ഷെ ഈ ബൗദ്ധികമായുള്ള ഇടപെടലിനെ ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഒരു കോറസ് മാത്രമേ ആകാൻ പാടുള്ളൂ എന്നാണ് ഇവർ നിശ്ചയിക്കുന്നത്. അതിനൊരു ബ്രേക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സന്ദീപിൻ്റെ ഇടപെടൽ. നോക്കൂ, നമ്മൾ രാജ്യത്തെ മുഴുവൻ ഒരു ഫിനോമിന നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, രാജ്യത്തെ ഇത്തരം വേദികളിലൊക്കെ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമെന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൻ്റെ ശബ്ദമാണെന്ന് കേട്ടെന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് സായ് ദീപക്, അതുപോലെ തന്നെ ആനന്ദ് രംഗനാഥൻ, അതുപോലെ തന്നെ വിവേക് അഗ്നിഹോത്രി ഉൾപ്പെടെയുള്ള സഞ്ജീവ് സന്യാൽ ഉൾപ്പെടെയുള്ള നിരവധി ബ്രില്യൻ്റായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആഴത്തിൽ വായനയും ബൗദ്ധിക ശേഷിയുമുള്ള ഒരു പറ്റം ആളുകൾ അവർ വന്ന് ഇത്രയും കാലം ഇടതുപക്ഷത്തെ ആളുകൾ ഉണ്ടാക്കിയെടുത്തിരുന്ന മുഴുവൻ നറേറ്റീവുകളെയും പൊളിച്ചെടുക്കുകയാണ് രാജ്യം. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേരളത്തിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ അല്ല, കേരളത്തിൽ നോക്കിയാൽ തന്നെ കേരളത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് ഏറ്റവും തലപ്പൊക്കമുള്ള ആളുകളൊക്കെ സംഘികളായി മാറുകയാണ്. തീർച്ചയായിട്ടും. നോക്കി, ഇവിടെ ഇപ്പോൾ ഫെസ്റ്റിവലുകളുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ DC ബുക്സിൻ്റെ ഫെസ്റ്റിവൽ കഴിഞ്ഞു, അതല്ലെങ്കിൽ മറ്റ് പല ഫെസ്റ്റിവലുകളും നടക്കാറുണ്ട്. അവിടേക്കൊക്കെ കേരളത്തിലെ RSSൻ്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ഇവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ പരമാവധി വിളിക്കാതിരിക്കുക എന്നുള്ളൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. പലപ്പോഴും വിളിക്കുകയില്ല. വിളിക്കുമ്പോൾ തന്നെ അതിൽ അവർ ഒരു പ്രത്യേക ചില മാനദണ്ഡങ്ങൾ വയ്ക്കുകയും അവർക്ക് പലപ്പോഴും സൗകര്യപൂർവ്വമുള്ള രീതിയിൽ ചില സെഷനുകളിൽ മാത്രം വിളിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ, അപ്പോൾ ശ്രീജിത്ത് പണിക്കരെ ഇത്തരം പരിപാടികളിലേക്ക് എന്താ അവർ വിളിക്കാത്തത്? ശ്രീജിത്ത് പണിക്കരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകും പിടിച്ചു നിൽക്കാൻ നല്ല ബോധ്യമുള്ളത്. നമ്മുടെ പല ആളുകളെ വാർത്താ ചാനലുകൾ പോലും വിളിക്കുന്നില്ല. അവർക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ട് ഞാനത് പരസ്യമായിട്ട് മാതൃഭൂമിയുടെ തന്നെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ശ്രീജിത്തിനെ വിളിച്ചില്ല എന്ന് ചോദിച്ചു. കേരളത്തിൽ ഇത്തരം ഫെസ്റ്റിവലുകൾ നടക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന സംവാദങ്ങളിൽ സംഘപരിവാറിൻ്റേതായിട്ടുള്ള ആശയങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള, അതല്ലെങ്കിൽ വലതുപക്ഷ ആശയങ്ങൾ, സോക്കോൾഡ് വലതുപക്ഷ ആശയങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള, അതിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരാളെയും അവർ വിളിക്കില്ല. കാരണം ബൗദ്ധികമായിട്ടുള്ള സംവാദങ്ങളിൽ സത്യത്തിൻ്റെ ഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ലെന്നും അവരത്തരമൊരു സംവാദത്തിൽ പരാജയപ്പെടുമെന്നുള്ളതും അവരുടെ പൂർവ്വകാല അനുഭവങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭയം കൊണ്ടാണ്. പരമേശ്വർജിയും EMSും തമ്മിൽ നടന്ന സംവാദങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആ സംവാദങ്ങൾക്കപ്പുറത്ത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ EMSനടക്കം പരാജയപ്പെടേണ്ടി വരികയില്ല ചെയ്തത്. അപ്പം RSSൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ സൈദ്ധാന്തിക തലത്തിൽ നിന്നുകൊണ്ടുള്ള സംവാദത്തോട് അതേ രീതിയിൽ പ്രതികരിക്കാനുള്ള ശേഷി ഇടതുപക്ഷത്തിനില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അവർ അസഹിഷ്ണുതരാകുന്നതും അവർ ആയുധമെടുക്കുന്നതും. ഇത് നിങ്ങൾക്ക് സംവാദങ്ങളിലൂടെ ഒരു പ്രത്യയശാസ്ത്രത്തെ തകർക്കാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ സായുധമായി തകർക്കാൻ ശ്രമിക്കുന്നത്. അല്ല, അവർ പറയുന്നത് മാവോ പറയുന്ന പോലെ 100 ചിന്തകൾ വിരിയട്ടെ, 100 പൂക്കൾ വിരിയട്ടെ എന്നൊക്കെ പറയുന്നവരാണ്. പക്ഷേ സംവാദത്തിനാളെ അടുപ്പിച്ചാൽ അവർ കൂവിത്തോപ്പിക്കും. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഈ സംവാദം എന്ന് പറയുന്നത് ബഹുസ്വരതയെക്കുറിച്ചായിരുന്നു. അവിടെ ഈ വിവാദത്തിനിടയിൽ മുങ്ങിപ്പോയ ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ചില പോയിന്റുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബഹുസ്വരതയെക്കുറിച്ച് MMSനും ഗോവിന്ദനും ഒക്കെ ഒരേ അഭിപ്രായമായിരുന്നു. അതായത് അവരുടെ ഒരു ക്ലീഷേ അഭിപ്രായമാണ് അവർ പറഞ്ഞത്. വൈവിധ്യങ്ങളെ BJP സർക്കാർ അംഗീകരിക്കുന്നില്ല, തകർക്കാൻ ശ്രമിക്കുന്നു, വൈവിധ്യങ്ങൾക്കെതിരാണ് നിങ്ങൾ എന്നൊരു ആർഗ്യുമെൻ്റാണ് അവർ ഉന്നയിച്ചത്. അതിന് മറുപടിയായി ഞാൻ പറഞ്ഞ കാര്യം, ഈ ഇന്ത്യൻ ഭരണഘടന ഊന്നൽ കൊടുക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ബഹുസ്വരതയ്ക്കല്ല, വൈവിധ്യത്തിനല്ല. വാസ്തവത്തിൽ മാതൃഭൂമി ഫെസ്റ്റിവലിൻ്റെ ആശയം പോലും വൈവിധ്യങ്ങളായിരുന്നു. വൈവിധ്യത്തിനല്ല വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടന ഊന്നൽ കൊടുക്കുന്നത്. ഭരണഘടന ഊന്നൽ കൊടുക്കുന്നത് വൈവിധ്യത്തിനപ്പുറം ഏകത്വത്തിനാണ്, ഇന്ത്യൻനെസ്സിനാണ്, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കാണ് ഭരണഘടന ഊന്നൽ കൊടുക്കുന്നത്. അതിന് ഉദാഹരണമായി ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന് ആർട്ടിക്കിൾ 370,
എന്തുകൊണ്ടാണ് കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിഭിന്നമായി നിലനിർത്തിയെന്ന ആർട്ടിക്കിൾ 370 ഒരു ടെമ്പററി പ്രൊവിഷനായിട്ട് നിർത്തിയത്? വാസ്തവത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ വൈവിധ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ആർട്ടിക്കിൾ 370 പോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത്തരത്തിലുള്ള പ്രത്യേക അവകാശങ്ങൾ കൊടുത്ത് ആ വൈവിധ്യത്തിന് അംഗീകരിക്കാമായിരുന്നല്ലോ. മറിച്ച് ഒരു കാലത്ത് ആർട്ടിക്കിൾ 370 ഇല്ലാതാകണമെന്നും കാശ്മീർ മറ്റേത് സംസ്ഥാനത്തെയും പോലെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറണമെന്നും ഭരണഘടനാ ശില്പികൾ തന്നെ ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ അത് താൽക്കാലികമാക്കിയത്. മറ്റൊന്ന് യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ് എന്തുകൊണ്ടാണ് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഭരണഘടനാ ശില്പികൾ ഉൾപ്പെടുത്തിയത്? യൂണിഫോം സിവിൽ കോഡ് ഒരു കാലത്ത് രാജ്യത്ത് കൺസെൻസസ് കൊണ്ടുവന്ന് അത് ഈ ഭരണഘടനയുടെ ഭാഗമാവണം എന്ന് ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ. വൈവിധ്യങ്ങളുടെ വൈവിധ്യങ്ങളെ ആണ് ഭരണഘടനാ ശില്പികൾ പിന്തുണച്ചിരുന്നതെങ്കിൽ ഇവരുടെ ആർഗ്യുമെന്റ് പോലെ അല്ല, യൂണിഫോം സിവിൽ കോഡിന്റെ ആവശ്യമില്ല. അതിന്റെ കാര്യത്തിൽ ഒരു ഡസനോളം തവണ പരമോന്നത നീതിപീഠം തന്നെ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ബഹുസ്വരതയ്ക്കപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഏകത്വത്തിനുമാണ് ദേശീയ നേതാക്കളും നമ്മുടെ ഭരണഘടനയും എല്ലാം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് സുവ്യക്തമാണ്. ഇവർ വൈവിധ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വൈവിധ്യത്തെ അല്ല അവർ പ്രതിനിധീകരിക്കുന്നത്, അവർ വിഘടനവാദത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവർ തമിഴ് ദേശീയതയെ പിന്തുണയ്ക്കുന്നു. അവർ കാശ്മീരിനെ വ്യത്യസ്തമാക്കുന്ന, ഇന്ത്യയിൽ നിന്ന് വിഭിന്നമാക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അവർ പഞ്ചാബിലെ ഖലിസ്ഥാൻ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നു. വിവിധ പ്രദേശങ്ങളിലെ വിഘടനവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ കോൺഗ്രസും സ്വീകരിക്കുന്നത് അതേ നയമാണ്. അല്ല, ഇതിപ്പോൾ തമിഴ്നാട് അസംബ്ലി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെതിരെ പ്രമേയം പാസ്സാക്കിയിരിക്കുക. ഈ വൈവിധ്യങ്ങളെ വാസ്തവത്തിൽ ഏറ്റവും മനോഹരമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. നോക്കൂ, ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ എത്രയോ പ്രധാനമന്ത്രിമാർ അവരുടെ പ്രധാനമന്ത്രിമാരുടെ വസതിയിൽ ഇഫ്താർ വിരുന്ന് നടത്തിയിട്ടുണ്ട്. അതെ. പക്ഷേ തമിഴ്നാട്ടിലെ പൊങ്കൽ ഇന്ന് വരെ ഏതെങ്കിലും പ്രധാനമന്ത്രി സ്വന്തം വസതിയിൽ വെച്ച് ആഘോഷിച്ചിട്ടുണ്ടോ? ഒരേ ഒരു പ്രധാനമന്ത്രിയുള്ളത്, അത് ശ്രീ നരേന്ദ്രമോദിയാണ്. തമിഴ്നാട്ടിലെ ആഘോഷമായ തമിഴ്നാട്ടിലെ പൊങ്കൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആഘോഷിച്ചു. ഇതിലപ്പുറം വൈവിധ്യത്തെ അംഗീകരിക്കുന്ന മറ്റെന്താ വേണ്ടത്? ചോള രാജാക്കന്മാരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന, അധികാര കൈമാറ്റത്തിൻ്റെ പ്രതീകമായിരുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ പ്രതീകമായി മാറിയ ചെങ്കോൽ അത് പാർലമെൻറ്റിനകത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചു. അത് വൈവിധ്യത്തെ അംഗീകരിക്കലല്ലേ? അതെ. നമ്മുടെ പ്രധാനമന്ത്രി ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹം ഏത് സംസ്ഥാനങ്ങളിലാണോ പോകുന്നത് മിക്കവാറും ആ സംസ്ഥാനത്തെ ഡ്രസ് കോഡ് അനുസരിച്ചാണ് അദ്ദേഹം യാത്ര ചെയ്യാറുള്ളത്. പലപ്പോഴും ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയൊക്കെ അംഗീകരിക്കുകയും അതോടൊപ്പം രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ഉറപ്പിച്ചു നിർത്താനുള്ള ഭരണഘടനാപരമായ തൻ്റെ ബാധ്യത നിറവേറ്റുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇവിടെ വിഘടനവാദം ഉന്നയിക്കുന്ന ശക്തികൾ ആഗ്രഹിക്കുന്നത് രാജ്യത്തെ തകർക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ തകർക്കാനുള്ള മുദ്രാവാക്യങ്ങളാണ്. അതാണ് അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ കട്ടിംഗ് സൗത്ത് ഒക്കെ. അതെ അതെ. ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുകളും വാസ്തവത്തിൽ ഈ കട്ടിംഗ് സൗത്തിൻ്റെ സംശയിക്കേണ്ടി വരും. ഞാൻ അത്തരം അജണ്ടകളെ തുറന്നു കാണിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഫെസ്റ്റിവലുകളൊക്കെ കട്ടിംഗ് സൗത്ത് അജണ്ടയുടെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു നെറേറ്റീവ് ബിൽഡ് പറയുന്ന ആളുകളെ ബഹിഷ്കരിക്കുന്നത്. അല്ല, ഇപ്പോൾ സന്ദീപ് പറഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ആളുകൾ പറഞ്ഞു വെക്കുന്ന ഈ പറയുന്ന സോക്കോൾഡ് സംഘികളോലും പറയാറുണ്ട്, പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവരൊക്കെ വലിയ മാതൃകയായിരുന്നു, വലിയ ജമ്മുകളായിരുന്നൊക്കെ പറയും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ചെയ്തതിനേക്കാളും വലിയ നെറുകേടുകളാണ് പഴയ കാലത്ത് ചെയ്തിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇവരെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുക, ഒരു നറേറ്റീവ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സന്ദീപിൻ്റെ ആ ഒറ്റ പ്രസംഗം കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ തേടിയ ആളുകൾ ചിലപ്പോൾ ആഴത്തിലിറങ്ങും. ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചയാണ്. സന്ദീപിനെ അന്ന് കൂവിയ ആളുകൾ ഇപ്പോൾ ലജ്ജിക്കുന്നുണ്ടാവും. അത് നോക്കൂ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങ് പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. അവരുടെ പ്രധാനപ്പെട്ട ഐക്കൺസ് ആയിട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്ന നവകേരള സൃഷ്ടാവ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് അദ്ദേഹം എത്രമാത്രം കാപട്യക്കാരനായിരുന്നു എന്ന് തെളിയുന്നുണ്ട്. നോക്കൂ, അദ്ദേഹം യോഗക്ഷേമ സഭയിൽ നിന്ന് പുറത്തു വരുന്നത് നമ്പൂതിരി സമുദായത്തിലെ മുഴുവൻ പരിഷ്കരണങ്ങളും പൂർത്തിയായി നമ്പൂതിരി സമുദായം പരിഷ്കരിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച ശേഷമാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ വേളി നടക്കുന്നത് ആര്യാന്തർജനവുമായി. 6500 രൂപ സ്ത്രീധനം വാങ്ങിയാണ് നമ്പൂതിരിപ്പാട് വേളി കഴിക്കുന്നത്. 6500 രൂപ. അന്നത്തെ ഒരു പവന് 10 രൂപ വിലയുള്ള കാലത്ത് 6500 രൂപ സ്ത്രീധനം വാങ്ങിയാണ് നവകേരള സൃഷ്ടാവ് വിവാഹം കഴിച്ചത്.
ഇത് നമ്പൂതിരിപ്പാടിൻ്റെ തന്നെ വാക്കുകളുടെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇത് ഒരിക്കൽ ആര്യ അന്തർജനം വനിതയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അബദ്ധത്തിൽ പറഞ്ഞു. പിന്നീട് ഇത് ചിന്തയിൽ EMSനോടുള്ള പ്രതിവാര പങ്ക്തിയിൽ, ചോദ്യോത്തര പ്രതിവാര പങ്ക്തിയിൽ ഏതോ ഒരു ആൾ അത് ചോദ്യമായി ഉന്നയിക്കുകയും EMSന് അതിങ്ങനെ തട്ടിത്തിരിഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ് ഒഴിയേണ്ടി വരികയും ചെയ്തു. അപ്പം 6500 രൂപ സ്ത്രീധനം വാങ്ങി ആ കാലത്ത് വിവാഹം ചെയ്ത ആൾ എങ്ങനെയാണ് സാമൂഹ്യ പരിഷ്കർത്താവുന്നത്? എങ്ങനെയാണ് അദ്ദേഹം നവകേരള സൃഷ്ടാവാകുന്നത്? എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വിദ്യാർത്ഥിയോ മറ്റോ ആയിരുന്നു. അദ്ദേഹം പട്ടാമ്പിയിൽ നിന്ന് ഏറെ ദൂരെയൊന്നുമല്ല ഗുരുവായൂർ. കൃഷ്ണപിള്ളയും AKG ഒക്കെ അവിടെ അടികൊള്ളുമ്പോൾ EMS നമ്പൂതിരിപ്പാട് എവിടെയായിരുന്നു? അല്ല, കൃഷ്ണപിള്ളി AKG അന്ന് കോൺഗ്രസ്സുകാരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. അല്ല, ഇദ്ദേഹം അങ്ങനെ തന്നെയല്ലേ? EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മളൊക്കെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ പിരിച്ചുവിട്ട നെഹ്റുവിൻ്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയിൽ പ്രതിഷേധിച്ച ഒരേ ഒരു പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതിൻ്റെ ദ്വിതീയ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കറുമാണ്. പക്ഷേ അന്ന് നെഹ്റു ജനാധിപത്യ വിരുദ്ധമായി EMS സർക്കാരിനെ പിരിച്ചുവിട്ടപ്പോൾ അതിനെ അപലപിച്ച ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ നേതാവിനെ ഇവർ ഫാസിസ്റ്റ് എന്ന് വിളിക്കുകയും ആർട്ടിക്കിൾ 356 ദുരുപയോഗിച്ചുകൊണ്ട് EMS സർക്കാരിനെ പിരിച്ചുവിട്ട നെഹ്റുവിനെ ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലനായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വാഴ്ത്തുകയും ചെയ്യുക. അതെ അതെ, ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. ഇതാണ് ഇപ്പോൾ ഇവരെല്ലാവരും നെഹ്റുവിനെ വല്ലാതെ പുകഴ്ത്തുന്നു. നെഹ്റുവിനെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലാണല്ലോ അവരൊക്കെ പുകഴ്ത്തുന്നത്. അതിൻ്റെയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നെഹ്റുവിൻ്റെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നെഹ്റു എങ്ങനെയാണ് ജനാധിപത്യവാദിയാകുന്നത്? നെഹ്റുവിന് ഏകദേശം 15ഓളം PCCകളുടെ പിന്തുണയുണ്ടായിരുന്നു. ഞാൻ ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു സെഷനിൽ അത് പറയുകയുണ്ടായി. നെഹ്റുവിന് ഏകദേശം 15ഓളം PCCകളുടെ പിന്തുണയുണ്ടായിരുന്നുള്ളൂ. മഹാനായ ജനാധിപത്യവാദിയായിരുന്നു നെഹ്റുവെങ്കിൽ പറയണ്ടേ, എനിക്ക് പോപ്പുലർ വോട്ട് കിട്ടിയിട്ടില്ല, എനിക്ക് ആരും വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയാകുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം അദ്ദേഹം സ്വയം ആ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജനാധിപത്യവാദിയായിരുന്നെങ്കിൽ അവിടെ വെച്ച് താൻ ഈ പദവി ഏറ്റെടുക്കാൻ യോഗ്യനല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാറി നിൽക്കണമായിരുന്നു. അത് ചെയ്തില്ല. നെഹ്റു തൻ്റെ ആവശ്യത്തിനനുസരിച്ച് ജനാധിപത്യം പറയുകയും ആവശ്യം കഴിഞ്ഞാൽ ഏകാധിപതിയാവുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. നെഹ്റുവിനെ ഹിറ്റ്ലർ കാ ഛേല എന്ന് വിളിച്ച് കവിത എഴുതിയതിൻ്റെ പേരിൽ ഒരു കവി 1 വർഷമാണ് ഇന്ത്യയിൽ ജയിലിൽ കിടന്നത്. അതായത് നിരവധി പുസ്തകങ്ങൾ ബാൻ ചെയ്തു, നിരവധി നാടകങ്ങൾ, അദ്ദേഹത്തെ വിമർശിക്കുന്ന നാടകങ്ങൾ ബാൻ ചെയ്തു, സിനിമകളിലെ ഗാനങ്ങൾ ബാൻ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം പരിശോധിച്ചാൽ, പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം പരിശോധിച്ചാൽ അസഹിഷ്ണുതയുടെയും അടിച്ചമർത്തലിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും ഏറ്റവും വലിയ മുഖമായിരുന്നു നെഹ്റു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കർട്ടയിൽ ചെയ്ത് ആർട്ടിക്കിൾ 19 ആദ്യമായി ഇന്ത്യൻ ഭരണഘടന അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ 19 മാറ്റി അതിൽ റീസണബിൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ വിലങ്ങ് അണിയിച്ചതും നെഹ്റുവാണ്. ഞാൻ അന്നത്തെ ആർക്കൈവ്സുമായി ബന്ധപ്പെട്ട് ലോക്സഭ ആർക്കൈവ്സിലൊക്കെ പരിശോധിച്ച സമയത്ത് അന്നതിനെ രൂക്ഷമായി എതിർത്ത നേതാവിൻ്റെ പേര് ശ്യാമപ്രസാദ് മുഖർജി എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്കാലത്ത് MP മാരുണ്ട്. AK ഗോപാലൻ MP ആണ് പ്രതിപക്ഷ പാർലമെന്ററി രേഖകളിൽ എവിടെയും AK ഗോപാലൻ ഈ അമെൻമെൻറ്റിനെ ശക്തമായി എതിർത്തായി കാണുന്നേയില്ല. അല്ല സന്ദീപ്, ഞാനൊരു പൊളിറ്റിക്കൽ ചോദ്യമായിരിക്കുക, അതായത് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കി വെച്ചതിൻ്റെ നറേഷൻ മിക്കവാറും വ്യാജ നിർമ്മിതികളാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്കൊരു വലിയൊരു സാംസ്കാരിക മുഖവും സാംസ്കാരിക പ്ലാറ്റ്ഫോമും ഉണ്ട്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് BJP, ഒരു തർക്കവുമില്ല, ആർക്കും അവഗണിക്കാനാവാത്ത ഒരു ശക്തിയാണ്. അതായത് കേരളത്തിലെ 100 പേരിൽ 15 പേരെങ്കിലും BJPക്കാരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ തുറന്നു കാട്ടുന്ന ഒരു സാംസ്കാരിക പ്ലാറ്റ്ഫോം BJP ഉണ്ടാക്കിയെടുക്കാത്തത്? അതുകൊണ്ടല്ലേ ഈ കള്ളങ്ങളെല്ലാം സത്യങ്ങൾ പോലെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത്? അല്ല, ഒരുപക്ഷെ നമുക്കതൊരു 15 വർഷം 20 വർഷം മുമ്പത്തെ കഥയ്ക്ക് അനുസരിച്ച് നമുക്കൊരു പ്ലാറ്റ്ഫോം ഇല്ലാന്ന് വിലപിക്കാമായിരുന്നു. ഇന്ന് അത്തരമൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് വളരെ വലിയൊരു ആയുധം ഇവിടുത്തെ RSSകാരുടെയും BJPക്കാരുടെയും കയ്യിലുണ്ടല്ലോ. സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഇവിടുത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, കേരളത്തിലെ ഓരോ വീടുകൾക്കുള്ളിലും സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ. പഴയതുപോലെ സത്യം ജനങ്ങളിലേക്ക് എത്തുന്നത് തടഞ്ഞു നിർത്താൻ ഇടതുപക്ഷക്കാർക്ക് സാധിക്കില്ല. ശരിയായിരിക്കും, പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സാംസ്കാരിക പ്രവർത്തനം. അതിൽ BJPക്ക് ഒരു ന്യൂനത ഉണ്ട് എന്ന് തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ വിലയിരുത്തൽ. അല്ല, താങ്കളുടെ വിലയിരുത്തലിനെ ഞാൻ മാനിക്കുന്നു. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നന്നായി നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെട്ട് സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഉൾപ്പെടെ, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഫലപ്രദമായി CPM ചെയ്യുന്നുണ്ട്.
നമുക്ക് CPM-ൻ്റേത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയാൻ സാധിക്കില്ല. അതൊരു ഒരു ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് ഉപജീവനം കഴിക്കുന്ന നിരവധി ആളുകളുണ്ട്. CPM ഇല്ലെങ്കിൽ കുടുംബം പട്ടിണിയിലായി പോകുന്ന ഏറ്റവും വലിയ തൊഴിൽദാതാവും കൂടിയാണ് CPM. അത്തരം ഒരു തൊഴിൽദാതാവിൻ്റെ രൂപത്തിലാണ് CPM ഉള്ളത്. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവർ സ്വാഭാവികമായിട്ടും അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യം വരും. ഇവിടെ BJP ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി, BJPക്ക് സാംസ്കാരികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന വിങ്ങുകളൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സംഘടനകളൊക്കെ RSSൻ്റെ കീഴിലാണുള്ളത്. കേരളത്തിൽ ഈ പറഞ്ഞതുപോലെയല്ല, കുറച്ചുകൂടെ ഒരു BJPയോട് ഈ വിഷയത്തിൽ നിങ്ങളോട് താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ സാംസ്കാരിക മേഖലയിൽ ഇടപെടുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ, മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഒരു സന്ദീപ് വാര്യർ മാത്രം പോരാ. പലപ്പോഴും ഇപ്പോൾ സമീപകാലത്ത് സാംസ്കാരിക മേഖലയിൽ ഒരു ഇടിമുഴക്കം പോലെ വന്നത് സന്ദീപിൻ്റെ സ്വരാണ്. അത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അണേർത്ത് ചെയ്ത് വരാനുണ്ട്. അതിന് പറ്റുന്നൊരു പ്ലാറ്റ്ഫോം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അല്ല, സന്ദീപ് വാര്യർ മാത്രമൊന്നുമല്ല, കേരളത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന നിരവധി ചെറുപ്പക്കാരെ എനിക്കറിയാം. അവരൊക്കെ വളരെ സജീവമായി റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും ആഴത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ളവരുമാണ്. ഞാൻ ഒരാളുടെ പേര് മാത്രമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ ഞാൻ BJPക്കുള്ളിലും BJP അനുഭാവികളായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരിലും നിരവധി ചെറുപ്പക്കാർ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ റിസർച്ച് ചെയ്യുകയും ഈ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരം എഴുത്തുകളെയും ഇത്തരം പറച്ചിലുകളെയും ഒക്കെയാണ് ഇടതുപക്ഷം ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ വായടപ്പിക്കാൻ വേണ്ടി ഏത് തലങ്ങളിലേക്കും തരം താഴാനും ഒരു മടിക്കും. ഏതായാലും സന്ദീപ് വാര്യർ ഒരു കുടത്തിൽ നിന്നൊരു ഭൂതത്തെ തുറന്നുവിട്ടിരിക്കുക. ഒരുപക്ഷെ ഇനി തുടർ ചർച്ചകളിലൂടെ അത് വീണ്ടും സജീവമാകും. കൂടുതൽ സത്യങ്ങൾ പുറത്തു വരട്ടെ. താങ്ക് യു.